നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി. മദ്യലഹരിയിൽ ഒഡീഷ സ്വദേശിയെ കുത്തി പരിക്കേൽപ്പിച്ചയാൾ റിമാൻഡിൽ. ഓച്ചിറ ക്ലാപ്പന സ്വദേശി പ്രദീപാണ് റിമാൻഡിലായത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിനെയാണ് പ്രദീപ് കുത്തി പരിക്കേൽപ്പിച്ചത്. ചക്കുവള്ളിക്ക് സമീപം ആക്രിക്കടയിൽ മോഷണം. KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ആക്രിക്കടയിലാണ് മോഷണം നടന്നത്. 40,000-ലധികം രൂപയുടെ സാധനങ്ങൾ അപഹരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ബോധപൂർവം തീരുമാനിക്കുന്ന കേന്ദ്ര നയങ്ങൾക്ക് അടിമപ്പെടില്ലെന്ന് മന്ത്രി കെ രാജൻ. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത കേന്ദ്രഭരണമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്തങ്ങൾക്ക് പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടേതല്ലാത്ത രാഷ്ട്രീയ നിലപാടുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും വായനശാല പ്രവർത്തകനുമായിരുന്ന ജി പരമേശ്വരൻ നായരുടെ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഭീകരവാദത്തിന്റെ ഇരകളായി നമ്മളെ മാറ്റാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നടന്നു വരികയാണ്. രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന അടയാളങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ഭരണഘടന എന്ന പവിത്രമായിട്ടുള്ള നമ്മുടെ നിലപാട് തറയാണ്. ഡോക്ടർ BR അംബേദ്കർ മുതൽ മലയാളിയായിട്ടുള്ള ദാക്ഷായണി വേലായുധനടക്കം 265 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ അവരുടെ ദീർഘമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടന മാതാവെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ആ ഭരണഘടനയുടെ ആത്മാവിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭരണരീതികളിൽ നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമെത്തിയിരിക്കുന്നു. നൂറനാട് എരുമക്കുഴിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ GP നായർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് R രാജേഷ് അധ്യക്ഷത വഹിച്ചു. GP നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. CPI ജില്ലാ സെക്രട്ടറി S സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CA അരുൺകുമാർ, M മുഹമ്മദ് അലി, നൌഷാദ് അസീസ്, അനു ശിവൻ, PR കൃഷ്ണൻ നായർ, ഗോപാലകൃഷ്ണൻ നായർ, P തുളസീധരൻ, J സജീവ്, MG ശരത്ചന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, അജയ് ഘോഷ്, K R സുജ, അമ്പിളി സതീഷ്, K ശിവരാമൻ, രാജേഷ്, S അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് മികവ് നേടിയ പ്രതിഭകളെ പരിപാടിയിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ചക്കുവള്ളിക്ക് സമീപം ആക്രിക്കടയിൽ വീണ്ടും മോഷണം. ചക്കുവള്ളി പുതിയകാവ് റോഡിൽ KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഷാജിയുടെ ആക്രിക്കടയിലാണ് മോഷണം നടന്നത്. 40,000-ലധികം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. ചക്കുവള്ളിക്ക് സമീപമാണ് ആക്രിക്കടയിൽ മോഷണം നടന്നത്. ചക്കുവള്ളി പുതിയകാവ് റോഡിൽ KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിലായിരുന്നു മോഷണം. 40,000-ലധികം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നു. സംഭവത്തിൽ ഉടമ ഷൂർനാട് പോലീസിൽ പരാതി നൽകി. ദിവസങ്ങൾക്ക് മുമ്പ് ചക്കുവള്ളി മയ്യത്തുങ്കരയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഷാനിന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിലും മോഷണം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിനുമെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലവും കത്തിച്ചു. CPM കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിനുമെതിരെയാണ് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലവും കത്തിച്ചു. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം CPM കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മനക്കൽ ഉദ്ഘാടനം ചെയ്തു. B സജീവൻ, D മുരളീധരൻപിള്ള, NC ശ്രീകുമാർ, E ഷഫീഖ്, PN മുത്തുകൃഷ്ണൻ, P സത്യൻ, J സോമൻ, അലക്സ് ജോർജ്, സുപ്രഭ പ്രസന്നൻ, അമൃത ശിവൻ, അനശ്വര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മദ്യലഹരിയിൽ ഒഡീഷ സ്വദേശിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ റിമാൻഡിൽ. ഓച്ചിറ ക്ലാപ്പന സ്വദേശി പ്രദീപിനെയാണ് റിമാൻഡ് ചെയ്തത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിനെയാണ് പ്രദീപ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റത്തിനിടെ ഒഡീഷ സ്വദേശിയായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഒരാളെ റിമാൻഡ് ചെയ്തത്. ഓച്ചിറ ക്ലാപ്പന വടക്ക് പുതുമംഗലത്ത് വീട്ടിൽ 42-കാരനായ പ്രദീപിനെയാണ് റിമാൻഡ് ചെയ്തത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിന് ബുധനാഴ്ച വൈകിട്ടാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രേമാനന്ദ് താമസിക്കുന്ന വീട്ടിൽ ഇവർ ഒത്തുകൂടി മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്ന് ചില്ല് ഗ്ലാസ് പൊട്ടിച്ച് പ്രേമാനന്ദിന്റെ തലയ്ക്ക് പിന്നിലും ചെവിയിലും കുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ചെയ്ത് 2 കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ ഇനിയും വേണം 40 ലക്ഷം. സ്റ്റേഡിയത്തിലേക്കുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായാണ് ഈ തുക. പണം കിഫ്ബിയിൽ നിന്നും ലഭ്യമാക്കാൻ അടങ്കൽ സമർപ്പിച്ചിരിക്കുകയാണ്. പണം ലഭിച്ച് ഉപകരണങ്ങൾ വാങ്ങിയ ശേഷമേ സ്റ്റേഡിയം തുറക്കാനാവൂ. കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ ചെലവഴിച്ച് ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്ത് 2022 ഡിസംബറിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയമാണിത്. 2023 ജൂണിൽ കായിക മന്ത്രി ഉദ്ഘാടനവും ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും കായിക താരങ്ങൾക്കായി സ്റ്റേഡിയത്തിന്റെ വാതിൽ തുറന്നില്ല. സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി രേഖകളിൽ നീർനിലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നതുൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി തുറക്കൽ അനിശ്ചിതമായി നീളുകയായിരുന്നു. കെട്ടിടത്തിന് ഇതുവരെ നമ്പറും ലഭിച്ചിട്ടില്ല. വായു ബഹിർഗമന സംവിധാനം സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ സ്റ്റേഡിയം തുറക്കുമെന്നായിരുന്നു നഗരസഭയുടെ വാഗ്ദാനം. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇത് 10 മാസം പിന്നിടുന്നു. ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയുടെ വിശദമായ അടങ്കലും തുടർ പരിപാലന സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും ഉടൻ ലഭ്യമാക്കണമെന്ന് കാണിച്ച് കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബിക്ക് നൽകിയ 40 ലക്ഷം രൂപയുടെ അടങ്കൽ തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാലാണ് തന്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് MLA നഗരസഭാ അധികൃതരെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് അടങ്കൽ സമർപ്പിക്കാൻ തീരുമാനമാകുകയും ചെയ്തു. ഭരണാനുമതി ലഭിച്ചാലുടൻ ഉപകരണങ്ങൾ വാങ്ങി സ്റ്റേഡിയം തുറക്കുമെന്ന് MLAയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച പഠനോപകരണങ്ങൾ കൈമാറി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രം പദ്ധതിയിലേക്കാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. മയ്യനാട് വെള്ളമണൽ GHSSലെ NSS SFU 13ന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ചത്. മയ്യനാട് വെള്ളമണൽ GHSSലെ NSS SFU 13ന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രം പദ്ധതിയിലേക്ക് കൈമാറിയത്. തെളിമ പദ്ധതി പ്രകാരമാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ചത്. M. നൌഷാദ് MLA പഠനോപകരണങ്ങൾ കൈമാറുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
പഠനോപകരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് തങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി എല്ലാ സ്കൂളിൽ നിന്നും ഇത് കളക്ട് ചെയ്യുക, അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തി അവരെ പഠനത്തിന് സഹായിക്കുന്ന തെളിമ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പഠനമിത്രമാണ്. PTA പ്രസിഡന്റ് സജി ജെ സാമുവൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സെൽവി എസ് മുഖ്യപ്രഭാഷണം നടത്തി. ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻ ദേവ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ബിന്ദു AM, പഞ്ചായത്ത് അംഗം മയ്യനാട് സുനിൽ, വെള്ളമണൽ GHSS പ്രഥമാധ്യാപിക ഫാമില S, സ്റ്റാഫ് സെക്രട്ടറി എൽവീന, NSS പ്രോഗ്രാം ഓഫീസർ താഹിറ S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നവീകരണ പ്രവർത്തനം നടക്കുന്ന പുനലൂർ നഗരസഭയുടെ 7 നില വ്യാപാര സമുച്ചയത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്ക. 1981 പുനലൂർ നഗരസഭയുടെ 7 നില വ്യാപാര സമുച്ചയത്തിന് തറക്കല്ലിടുന്നത്. 92 ഉദ്ഘാടനവും നടന്നു. ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കാലപ്പഴക്കത്തിൽ കെട്ടിടത്തിനുള്ളിൽ വെള്ളമിറങ്ങി കോൺക്രീറ്റ് തൂണുകളുടെ കമ്പികൾ തുരുമ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. വ്യാപാര സമുച്ചയത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2018 ഏപ്രിൽ 25-ന് 3.96 കോടി രൂപയുടെ അടങ്കലിൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ 5 കോടി രൂപയോളമായി ഉയർന്നിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നവീകരണം പൂർത്തീകരിക്കും എന്ന വാഗ്ദാനം നൽകിയാണ് ജോലികൾ ആരംഭിച്ചത്. എന്നാൽ 7 കൊല്ലം പിന്നിട്ടിട്ടും പുനരുദ്ധാരണം എങ്ങും എത്തിയില്ല. 7 കൊല്ലത്തിനിടെ നവീകരണ പ്രവർത്തനങ്ങൾ പലതവണ നിലച്ചു. നഗരസഭാധികൃതരുടെ അനാസ്ഥയും കഴിവില്ലായ്മയുമാണ് 7 നില വ്യാപാര സമുച്ചയത്തിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം. നവീകരണം അനിശ്ചിതമായി വൈകുന്നത് നഗരസഭയുടെ വരുമാന നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും 7 നില വ്യാപാര സമുച്ചയം വ്യാപാരികൾക്കായി തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ അധ്യാപകനെ സ്ഥലം മാറ്റി. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പുനലൂർ SN കോളേജിലാണ് സംഭവം. SN ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ ഇത് ഇവിടെ പോയി, ഇവിടെ പ്രിൻസിപ്പൾ ഗുണ്ടായുസമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തും. എന്തെങ്കിലും കാര്യമായിട്ട് വന്നാൽ ഉടനെ നമ്മളെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡൻസ് ഇല്ലാതെ പുറത്താക്കുന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല, മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പുനലൂർ SN കോളേജിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ക്യാന്റീൻ പൂട്ടിയതിനെ തുടർന്ന് BCom ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിരുന്നു. കാണിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും വിദ്യാർത്ഥികളെ റോളൗട്ട് ആക്കിയതല്ല, അല്ല അത് റോളൗട്ടാക്കുന്നത് തെറ്റാണ്. ഈ നിവേദനം നൽകുന്നതിനായി BCom ഡിപ്പാർട്ട്മെന്റിന്റെ HOD കൂടിയായ അധ്യാപകൻ വിദ്യാർത്ഥികളെ പിന്തുണച്ചതാണ് അധ്യാപകനെ സ്ഥലം മാറ്റാൻ കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ക്യാന്റീന്റെ 2 ഓടളവിൽ പൊട്ടി വീണ്ടും നടന്നു. അത് നമ്മുടെ വിജിമോൻ സാർ പറഞ്ഞു ഇത്രയും ദിവസം ക്യാന്റീൻ അടച്ചിടാൻ പറ്റത്തില്ല, ഇത് തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബാക്കി സാറന്മാരെല്ലാം പ്രിൻസിപ്പളിന്റെ വാക്കിയിട്ട് വിദ്യാർത്ഥികളെ ഇവിടെ അടിച്ചമർത്തിപ്പെട്ട് ഇട്ടുന്ന രീതിയാണ്. പക്ഷെ വിജിമോ സാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച് ക്യാന്റീൻ ഇതിനൊക്കെ തുറന്നു കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ടീച്ചർ ഉടനെ ഉന്നതാധികാരിയെ വിളിച്ച് പറയുക ഇതാണെങ്കിൽ വിജിമോ സാർ മാത്രം ഇതാണെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. സാറിനെ ഉടനെ പിറ്റേ ദിവസം ട്രാൻസ്ഫർ ആക്കി. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സാറായിരുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ്, തേർഡ് ഇയർ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ കൂടെ ഉണ്ട്. സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ BCom ഡിപ്പാർട്ട്മെന്റിലെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നത്. BCom തേർഡ് ഇയർ വിദ്യാർത്ഥികളായ അദ്വൈത്, ഐശ്വര്യ, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായ അഫ്സൽ, ആശിഷ്, ശംഭു, ശിവറാം, വേദ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. സാർ എന്ത് പ്രശ്നം വന്നാലും വാദമെന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും അതൊക്കെ എതിരായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് അറിയാലോ, വിദ്യാർത്ഥികൾ ഒരുപാട് നാളെ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാറിനെ മാത്രം ഒരിടത്ത് ഉചിതപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്യാന്റീന്റെ പ്രശ്നം
വിദ്യാർത്ഥികളെ പോട്ടെ ആ സാറിനെങ്കിലും അറിയിക്കാം. സാറിനെ നമുക്ക് ഇന്നും വിളിച്ച് നമ്മൾ സാറിനെ കൊണ്ടുപോയിട്ട് സാറിന് അറിയില്ല എന്താണ് റീസൺ എന്ന് അറിയിച്ചില്ല. നമ്മൾ അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നത്. സാറിനെ ട്രാൻസ്ഫർ മാറ്റി എന്തെങ്കിലും കുറ്റം ചെയ്ത സാറാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി പ്രതിഷേധിക്കില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുൾ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അറ്റകുറ്റപ്പണികൾക്കായി പൂട്ടിയ ക്യാന്റീൻ മാസങ്ങളായിട്ടും തുറക്കാത്തതിനാലാണ് പ്രിൻസിപ്പലിന് നിവേദനം നൽകിയത്. ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നും അധ്യാപകനെ സ്ഥലം മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് ഇതിന് തടയിടാൻ ശ്രമിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ മൈലാമൂടിലും ചോഴിയക്കോട് മിൽപ്പാലത്തും കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാകുന്നു. കാട്ടുപോത്തിന് മുന്നിൽപ്പെട്ട യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം ഏറിയിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെട്ട യുവാവാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കല്ലടയാറ് കടന്നെത്തുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ്ജ വേലികൾ പ്രവർത്തനരഹിതമായി മാറിയിട്ട് കാലങ്ങളായി. ഇതോടെ കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളുമെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലേക്ക് കടന്നെത്തുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവയെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലുമാകാത്ത സ്ഥിതിയാണ്. പുരയിടങ്ങളിൽ കൃഷി ചെയ്യാനും കഴിയുന്നില്ല. കാട്ടുമൃഗ ശല്യം നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. വന്യമൃഗങ്ങളെ തുരത്താൻ വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം മടത്തറയിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് തകർച്ചയിൽ. ചിതറ ഗ്രാമപഞ്ചായത്ത് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതിനാൽ അപകടവും പതിവാണ്. മടത്തറയിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് തകർച്ച നേരിടുന്നത്. ഏറെക്കാലമായി റോഡ് തകർന്നു കിടന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ചിതറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിയുന്ന രീതിയിൽ വലിയ കുഴികളാണ് റോഡിലുള്ളത്. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മിക്ക വാഹനങ്ങളുടെയും ആക്സിൽ, പ്ലേറ്റ് എന്നിവ ഒടിഞ്ഞും പൊട്ടിയും പോകുന്നതും പതിവാകുന്നു. ഇതിനായി വാഹന ഉടമകൾ വൻതുക ചെലവാക്കേണ്ട സാഹചര്യമാണുള്ളത്. 100 മീറ്റർ ദൂരം മാത്രം ടാറിംഗ് ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇതിനു പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ദിവസവും 200-ലധികം വാഹനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈ ഭാഗത്തുകൂടിയുള്ള കുടിവെള്ള പൈപ്പും പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കിഴക്കൻ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് തകർച്ച നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി. മദ്യലഹരിയിൽ ഒഡീഷ സ്വദേശിയെ കുത്തി പരിക്കേൽപ്പിച്ചയാൾ റിമാൻഡിൽ. ഓച്ചിറ ക്ലാപ്പന സ്വദേശി പ്രദീപാണ് റിമാൻഡിലായത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിനെയാണ് പ്രദീപ് കുത്തി പരിക്കേൽപ്പിച്ചത്. ചക്കുവള്ളിക്ക് സമീപം ആക്രിക്കടയിൽ മോഷണം. KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ആക്രിക്കടയിലാണ് മോഷണം നടന്നത്. 40,000-ലധികം രൂപയുടെ സാധനങ്ങൾ അപഹരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.